എന്റെ ഇടി നീ ഒന്ന് അടങ്ങ്. ഗിവ് ഹിം എ ചാൻസ്. ഇതൊന്നും വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ലടി. ഞാൻ മടുത്തു. ഞാൻ അത് അവനോട് പറയാൻ പോകും. 6 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്തിനാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ ലൈഫ് കാണുമ്പോൾ ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. എന്തിന്? അല്ല, ദുബായിൽ വന്നു ലിവിങ് ടുഗെദർ. പിന്നെ നിങ്ങൾ തമ്മിൽ തല്ലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നീ പറഞ്ഞു നമ്മളെ തമ്മിൽ തെറ്റിക്കോ? ഏറെക്കുറെ. എന്നാ ശരി മോനെ, നമ്മളെ വീക്കെൻഡ് പരിപാടി തുടങ്ങട്ടെ. ഫുഡ് എടുത്ത് വെക്കട്ടെ? ആ കപ്പിൾ കൺഫെഷൻസ് കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നില്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക. എല്ലാവർക്കും ഉണ്ടാവില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ. ഇതിനിപ്പോ ഏത് സോങ് ഇടും? ഏതിന്? സ്റ്റേറ്റസ്. നിനക്കിത് മടുക്കുന്നില്ലേ? എന്തൊരു ബോറ് പരിപാടിയാണ്. അതിനിപ്പോ എന്താ? ഐ ലൈക്ക് ഇറ്റ്. വീക്കെൻഡ് മോഡ് ഓൺ എന്നായിരിക്കും ക്യാപ്ഷൻ. അതെ, എന്തായാലും നീ ഷെയർ ചെയ്യുന്നില്ലല്ലോ. ഇല്ല. എന്നിട്ട് ഒരു ഡയലോഗ് ഒന്നും വയ്ക്കണ്ട. ഓ ശരിയെന്ന്. ഞാനേ നിനക്കൊരു ടാസ്ക് തരാം. എന്ത് ടാസ്ക്? കപ്പിൾ കൺഫെഷൻസ്. ഞാൻ നേരത്തെ റീൽസിൽ കണ്ടതാ. നൈസ് പരിപാടിയാ. റീലൊരു കുഴപ്പമില്ല. വീഡിയോക്ക് ഞാനില്ലേ മോളെ. എടാ ഷൂട്ടൊന്നും അല്ലെന്നേ, നീ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് പറയാൻ? വല്ലാത്തൊരു റീൽസ് പോലെ തന്നെ. എടാ നീ ഞാൻ പറയുന്ന കേൾക്ക്. അതായത് നമ്മൾ തമ്മിൽ ഇതുവരെ പറയാത്ത, ഉള്ളിൽ വെച്ചിരിക്കുന്ന, എക്സ്പ്രസ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ പറ്റി ഒരു 5 പറ. ഞാൻ പറയാം. വേറെ ഒരു പണിയില്ലേ? വെറുതെ അലമ്പുണ്ടാക്കാനായിട്ട്. ഒരു അലമ്പുമില്ല. റെക്കോർഡിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചുമ്മാ പറയാനല്ലേ പറഞ്ഞു. ഒന്ന് പറഞ്ഞാ പോരെ? ഞാൻ പറയാം. ഫസ്റ്റ് തിങ്, ആൾക്കാരോട് ഉള്ളിലുള്ളത് തുറന്ന് പറയാം. അല്ലാതെ ആ സമയത്ത് കേട്ടിളിച്ചോണ്ടിരുന്നിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് അതും കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. ഒരുമാതിരി ചുണയില്ലാത്ത കിഴങ്ങന്മാരെ പോലെ. എന്തുണ്ടെങ്കിലും വെട്ടി തുറന്നൊന്ന് പറയണം. 2, മറ്റുള്ളവരെ കളിയാക്കാനുള്ള നിന്റെ സ്കില്ല്. ചില സമയത്ത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അങ്ങ് സംസാരിക്കും. അതും ഈ ആൾക്കാരുടെയൊക്കെ മുമ്പ് വെച്ച്. അതൊക്കെ ഉണ്ട്, പക്ഷെ നീ സമ്മതിച്ചു തരത്തില്ല. ബാക്കിയുടെ കേക്ക്. എല്ലാവരുടെയും മുമ്പ് വെച്ചങ്ങ് ഡോമിനേറ്റ് ചെയ്യാം. യു ഡോണ്ട് കൺസിഡർ മീ സംടൈംസ്. 3, എനിക്ക് ഈ വരുന്ന ബ്രാൻഡ് കൊളാപ്സിന്റെ പ്രോഡക്ട്സിന്റെ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ എടുത്ത് ഉപയോഗിക്കത്തില്ലേ? അതേത്? നീ പഠിച്ചിരിക്കുന്ന പെർഫ്യൂം പോലും എനിക്ക് കൊളാബ് വന്നതല്ലേ. പോട്ടെ, ഈ ഇടയ്ക്ക് ചെയ്ത കൂൾസ് വൈബ് റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷൻ. അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വന്ന് തട്ടുന്നുണ്ടായിരുന്നല്ലോ. അവിടുത്തെ ഫുഡ് അല്ലെങ്കിലും മോശം തന്നെയാ. പിന്നെ എനിക്ക് വിശന്നപ്പോ കഴിച്ചെന്നുള്ളോ. 4, മൂത്രം ഒഴിക്കുമ്പോൾ ടോയ്ലറ്റ് സീറ്റ് എടുത്ത് മാറ്റാണ്ട് ഒഴിച്ചു വെച്ചിട്ട് ഒട്ടും ക്ലീൻ ആക്കാതെ അങ്ങ് പോവുക. ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണല്ലോ. എന്ത് ലോജിക്കലായിട്ട് ഇതൊക്കെ അങ്ങ് ചെയ്തൂടെ? മറന്നു പോണ കേസുകൾ നിനക്ക് എന്നോട് ചെയ്യാലോ. ചെയ്ത് ഞാൻ മടുത്തു. 5, ഞാൻ ഇടുന്ന ഒരു ഫോട്ടോസിന്റെ ടാഗ് പോലും നീ അക്സെപ്റ്റ് ചെയ്യാറില്ല. പോട്ടെ, ഒന്ന് സ്റ്റേറ്റസ് ഒന്ന് ഷെയർ എങ്കിലും ചെയ്യുക. നിന്റെ മറ്റേ പഴയ അഞ്ജലി കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? പഴയ മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നീ എന്റെ ഫോൺ നോക്കാറുണ്ടോ? എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. മറ്റുള്ളവർ നമ്മൾ കമ്മിറ്റഡ് ആണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഒരു സ്റ്റേറ്റസ് പോലും ഷെയർ ചെയ്യാത്തതെന്ന്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ ഇത്രയും പറഞ്ഞില്ലേ? ഇനി ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ട് പോയാ മതി. പറ. എന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇത്രയും ട്രിഗർ ചെയ്തത്. ക്രിഞ്ച്. നിന്റെ വീഡിയോസ് മുഴുവൻ ക്രിഞ്ചാണ്. ചില സമയത്ത് നിന്റെ സ്റ്റോറി കണ്ടുകഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും. മൈ വീക്കെൻഡ് ഗ്ലോ, മൈ മൺഡേ മൂഡ്, ഒരക്കട മൂഡ്. പിന്നെ നീ തന്നെ നിന്റെ സാധനങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചിട്ട് വാട്സിങ് മൈ ഡേ ഗൈസ്. ഉള്ളിപ്പില്ല നിനക്ക്. അതെ, ഇതൊക്കെ മറ്റേ ക്രിയേറ്റേഴ്സും ഒക്കെ ചെയ്യുന്നതല്ലേ. ഞാൻ ചെയ്യുമ്പോൾ മാത്രം നിനക്ക് എന്താ ഇത്ര കുഴപ്പം?
ഇത് മാത്രമേ കുഴപ്പമില്ല. ഇന്നാളെ നിന്റെ കൈയൊന്ന് ചെറുതായിട്ട് അടുക്കള വെച്ച് മുറിഞ്ഞപ്പോൾ ഐ എം ഫീലിംഗ് പെയിൻഫുൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടു. ഒരു പനി വന്നപ്പോൾ ഐ എം ഫീലിംഗ് ടയർഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടു. ഇനി നിനക്ക് അങ്ങനെ ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ നീ എന്തൊരു സ്റ്റാറ്റസ് ഇട്ടു ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലത്തെ സംസാരം. ഇതേ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ കേട്ടാ. ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നിനക്ക് ചെയ്തൂടെ? എല്ലാ ദിവസവും ഈ എഴുന്നേറ്റ് മേക്കപ്പ് ഇടുന്ന ഡ്രസ്സ് മാറുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാറിയോ നിനക്ക്? അതെ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ ഫോളോവേഴ്സും റീച്ചും ഒക്കെ ഇത് ഇങ്ങനെ തന്നെ വന്നതാ. അതിൽ എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. നിനക്ക് തോന്നില്ല, അന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൺഫെഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പറയാന്ന് പറയുന്നത് ഒരു ബേസിക് മാനേഴ്സാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ എൻ്റെ കൂടെ വന്നത്. ഇനി നിനക്കത് പറ്റില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. കപ്പിൾ കൺഫെഷൻ. ചുമ്മാ ഇരുന്ന കുണ്ടിയിൽ ചുണ്ണാമ്പ് വെച്ച് നീറ്റിക്കുക. എനിക്കതല്ല, അവളുടെ ഓഫീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. സാധാരണ പിക്ക് ചെയ്യാൻ മെസ്സേജ് അയക്കുന്നതാ. എനിക്ക് അത് അയച്ചിട്ടില്ല. നേരിട്ടങ്ങ് വിളിച്ചു ചോദിച്ചാ പോരെ, നീ എന്തിനാ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കഷ്ടപ്പെടുന്നു? അല്ല അത് പറ്റില്ലേ. ഈ കൺഫെഷന്റെ പീക്ക് എത്തി കഴിഞ്ഞപ്പോ ഞാൻ അലമുണ്ടാക്കി എഴുന്നിട്ട് പോയത്. മെയിലീഗോ ഈഗോ എനിക്ക് ഒപ്പൊന്നുമല്ല, എന്നാലൊരു ചമ്മല്. ഒന്നുമില്ലേലും കൺഫെഷൻ നന്നായിന്നേ ഞാൻ പറയൂ. നിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നിനക്ക് അവളോട് പറയാൻ പറ്റിയില്ലേ? അതല്ലടാ, ഇത്രയും കാലം ഒരുമിച്ച് താമസിച്ചിട്ട് പോലും എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാൻ ഒരു പേടിയാണ്. അത് അവളെ ഹേർട്ട് ചെയ്യോ ബാക്ക് ഫയർ ചെയ്യോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാ. എടാ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന കംഫർട്ട് ലെവലിലോ റിലേഷനൊക്കെ പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് ശരി. നോക്കണ്ട, ഒന്നും വന്നിട്ടില്ല. ചെലവ് ചുരുക്കേണ്ടി വരും. സാലറി കട്ടൊക്കെ ഉടനെ പ്രതീക്ഷിക്കാം. ബ്രാൻഡൊന്നും നോക്കണമെന്നില്ല. കൊളാബ് കിട്ടിയാൽ ഞാൻ വേണമെങ്കിൽ അഭിനയിക്കാൻ വരാട്ടോ.